ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആണ്. ഇത് നമ്മൾ സാധാരണ ദം ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ഒന്നാമതായി നമ്മൾ ഇതിലധികം ഇൻഗ്രീഡിയൻസ് ചേർക്കില്ല. നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന അത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ പ്രഷർ കുക്കറിൽ തയ്യാറാക്കുമ്പോൾ ചേർക്കില്ല. കാരണം നമ്മൾ ചിക്കനും ചോറും ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം മസാല ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ എരിവുണ്ടായിരിക്കും. അതുകൊണ്ട് അധികം മസാലകൾ ചേർക്കില്ല. രണ്ടാമതായിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ അരിയുടെ ഇരട്ടി വെള്ളമാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുക്കുക. പക്ഷെ നമ്മൾ പ്രഷർ കുക്കറിലാവുമ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളം കുറച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അരക്കപ്പ് വെള്ളം കുറവ് ഒഴിച്ചാൽ മതി. നമ്മൾ സാധാരണ ദം ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്നും അരക്കപ്പ് വെള്ളം കുറവ് ഒഴിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വയനാടൻ കായ്മ ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത് വെച്ചാൽ നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല. ബസുമതി റൈസ് ആണെങ്കിൽ മാത്രം നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസുമതി റൈസ് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബസുമതി റൈസ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ബസുമതി റൈസിന് പകരം വയനാടൻ കൈമയാണ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അരി കഴുകിയിട്ട് ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് തേക്കണം ചിക്കനിലേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്കുള്ള മസാലകളൊക്കെ നമുക്കൊന്ന് തേച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കുടം വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത്ര വലിയൊരു കഷ്ണമല്ല. പിന്നെ അധികം നേരത്തെ പറഞ്ഞതുപോലെ അധികം മസാലകളൊന്നും ആവശ്യമില്ല കുക്കറിൽ വെക്കുമ്പോൾ. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും പിന്നെ അണ്ടിപ്പരിപ്പ് 1 പിടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ചോപ്പറിലിട്ടിട്ട് ചിലപ്പോൾ ചതച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് മസാല തേക്കുമ്പോൾ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ നീരിലാണ് ഞാൻ ഇതൊക്കെ കൂടിയിട്ട് ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങ നീരിൻ്റെ കൂടെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഈ അണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് പിന്നെ ഈ പുതിനയില മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം അധികം ഒഴിക്കരുത്. നിങ്ങളുടെ ഗ്രൈൻഡറിൽ എത്ര വെള്ളം ഒഴിച്ചാലാണ് അരച്ച് കിട്ടുക എന്നുള്ള പാകത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നല്ലപോലെ അരയ്ക്കും. നമുക്ക് ഈ ചിക്കനിലേക്ക് മറ്റുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു, ഒരു 3/4 ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ടു. അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ബിരിയാണി മസാലയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം. അപ്പോൾ പൊടികൾ ഒക്കെ ഒരു 3/4 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി മാത്രം 1/2 ടീസ്പൂണ് ആ ഒരു അളവിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കുമ്പോഴേക്കും കൂടിയുള്ള ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ഇത്തിരി കുറഞ്ഞു പോയാലും നമുക്ക് ചോറിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പേടിക്കാനില്ല. എങ്കിലും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പുതിന മല്ലിയിലൊക്കെ അരച്ചിക്കണ ഈ അരപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അരച്ചപ്പോൾ ഇത്രയും ലൂസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് ഇത് ഒരു 10 മിനിറ്റ് വെക്കുകയാണ് കേട്ടോ. ഈ 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, പുറത്ത് തന്നെ ഒന്ന് മൂടി വെക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഞാനിവിടെ വെച്ചു. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് സബോള ആവശ്യമുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മേലെ കുറച്ച് സബോള ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ലേ, സബോളയും അണ്ടിപ്പരിപ്പൊക്കെ. പക്ഷേ അത് ഞാനിവിടെ മേലെയല്ല ഇടുന്നത്. അപ്പോൾ ഇത് അതേ സെയിം പ്രഷർ കുക്കറിൽ തന്നെ ഇട്ടിട്ട് അതിലാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്.
കാരണം നമ്മൾ പ്രഷർ കുക്കറിൽ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ബിരിയാണി തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മൈക്രോ ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ദമ്മിട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കണം എന്നില്ല. നമുക്ക് വീക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ കുറച്ച് അളവിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കണ്ട, നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പ്രഷർ കുക്കർ എടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നെയ്യ് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു 4 സബോള എടുത്തിട്ടുണ്ട്. 4 സബോള, ചെറിയ സബോള ആയതുകൊണ്ടാണ് കേട്ടോ 4 സബോള എടുത്തിട്ടുള്ളത്. വലിയ സബോളയൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതി. സബോളയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ പ്രഷർ കുക്കറിൽ നെയ്യിലേക്ക് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കോരി എടുക്കൊന്നും വേണ്ട, ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മുന്തിരി ഇട്ട് കൊടുക്കരുത് കേട്ടോ. മുന്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഒന്ന് ശരിയായി വരുന്ന സമയത്ത് മാത്രം മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സബോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു 10-12 മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം വേണമെന്ന് വെച്ചാൽ അധികം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ 1 കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ സാധാരണ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഞാനിവിടെ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 1/2 കപ്പ് വെള്ളം കുറച്ച് ഒഴിക്കുന്നുള്ളൂ കുക്കറിലായതുകൊണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മസാല തേച്ച് 10 മിനിറ്റ് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 10 മിനിറ്റ് മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ. ഈ ചിക്കന് ഇതിലേക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതിലുള്ള മസാലകളൊക്കെ അടക്കം ഇട്ട് കൊടുക്കണം. ഞാനിതിപ്പോൾ വെള്ളം ഇങ്ങോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി വഴറ്റണമൊന്നുമില്ല, ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലുള്ള മസാലയും ഒക്കെ കൂടിയിട്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ചെറുനാരങ്ങ നീരിലൊക്കെ അരച്ചിട്ടുള്ള അരപ്പാണിത്. പിന്നെ നമുക്ക് ഇതിൽ നല്ലപോലെ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആ മസാലകളൊക്കെ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നമ്മൾ ഓൾറെഡി ചിക്കനിൽ പറ്റിയത് കൊണ്ട് വേറെ ഉപ്പ് ഇട്ട് കൊടുക്കണില്ല. ഇനി നമ്മൾ ഒരു തക്കാളിയാണ് ഇവിടെ ഇട്ട് കൊടുക്കണുള്ളൂ. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരുത്താണ് കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ 2 വിസിൽ വരുത്തുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ചിക്കന് 2 വിസിലിന് വെന്തില്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഒരു വിസിലും കൂടി വരുത്തണം കേട്ടോ. അപ്പം നമ്മളിവിടെ 2 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫുള്ള് റിലീസായതിന് ശേഷം നമ്മൾ ഒന്ന് മൂടി തുറന്ന് നോക്കും. നമ്മുടെ ചിക്കൻ ഇവിടെ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം നമ്മൾ അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണ അരി ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചിക്കനിൽ മസാല തേച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് മതിയൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതിനുശേഷം നമ്മൾ കുക്കർ വീണ്ടും മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തുകയാണ്. അപ്പോൾ ഒരു വിസിൽ ബസുമതി റൈസ് ആയതുകൊണ്ട് നമ്മൾ ഒരു വിസിൽ വരുത്തണം. നേരെ മറിച്ച് നമ്മൾ വയനാടൻ കൈമയാണ് എടുക്കണതെന്ന് വെച്ചാൽ വിസിൽ വരുത്തണ്ട. പ്രഷർ ഫുള്ള് റിലീസായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സ്റ്റവിൽ നിന്നും ഈ കുക്കർ മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ചോറ് അവിടെ തന്നെ ഇരുന്നിട്ട് ഓവർ കുക്കാവും. അപ്പോൾ ചൂടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഓവർ കുക്കാവും. അപ്പോൾ നമ്മൾ വിസിൽ വന്നതിന് ശേഷം നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ പ്രഷർ ഫുള്ള് റിലീസായതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ടേസ്റ്റി ബിരിയാണി റെഡിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്സ്.